ആഘോഷിക്കാൻ ഉറപ്പുള്ള കാരണം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി. ഫെബ്രുവരി 5 വോട്ടെടുപ്പ്, 8 വോട്ടെണ്ണൽ. വോട്ടിംഗ് മെഷീൻ അട്ടിമറി ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാലറ്റ് തിരിച്ചു വരണമെന്ന് ബാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ട് അതിൻ്റെ അടിയിൽ പാൻറ്റിട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട് കൊടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ചുരിദാർ ധരിച്ച സ്ത്രീകൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണമെന്ന് സ്വാമി സച്ചിദാനന്ദ. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നും ശിവഗിരി മഠാധ്യക്ഷൻ ന്യൂസ് 18 അഭിമുഖത്തിൽ. കണ്ണൂർ കണ്ണപുരത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ 9 BJP RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം. വിധി വന്നത് കുറ്റകൃത്യം നടന്ന് 19 വർഷത്തിന് ശേഷം. റിജിത്തിനെ കൊലപ്പെടുത്തിയത് RSS ശാഖ നടത്തുന്നതിലെ തർക്കത്തിനിടെ. സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാരുകളുടെ പിടിയഴിയുന്ന നിയമ ഭേദഗതിയുമായി UGC. VC നിയമനത്തിന് പരമാധികാരം ചാൻസലറായ ഗവർണർക്ക്. സെർച്ച് കമ്മിറ്റിയിലേക്ക് UDC പ്രതിനിധിക്ക് പുറമെ ഗവർണറുടെ പ്രതിനിധിയും. സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര നീക്കമെന്ന ആക്ഷേപം. രാഷ്ട്രീയത്തിലെ അഭിപ്രായങ്ങളും നിലപാടുകളും അത് ഇരുമ്പൊലക്ക പോലെ എങ്ങനെ നിൽക്കില്ല. രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ ആ സാഹചര്യത്തിന് അത് മാറ്റേണ്ടി വരും. അറസ്റ്റിൽ പിന്തുണ കിട്ടിയതോടെ UDFൽ ചേക്കാറാനുള്ള നീക്കം സജീവമാക്കി PV അൻവർ. പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളെ കണ്ടു. സംരക്ഷണ കവചമൊരുക്കിയാൽ UDFനൊപ്പം ചേരാൻ ആളുകളുണ്ടെന്ന് അൻവർ. UDFനെ ശക്തിപ്പെടുത്താൻ എല്ലാ നീക്കവും നടത്തുമെന്ന് സാദിഖ് അലി തങ്ങൾ. ആടുജീവിതം ഓസ്കർ പ്രാഥമിക പട്ടികയിൽ ബ്ലസ്സിയുടെ സിനിമ ഇടം നേടിയത് ജനറൽ വിഭാഗത്തിൽ. അടുത്ത റൗണ്ടിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ മുതൽ 12 വരെ. ഹണി റോസിനെതിരെ മോശം കമന്റ് ഇട്ടവർ കുടുങ്ങും. നടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷണത്തിൽ. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഉപേക്ഷിച്ച സിം കാർഡിന്റെ പേരിൽ യുവാവിനെ ജയിലിലിട്ട സംഭവത്തിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. തെലങ്കാന പോലീസിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ജിതിന്റെ പരാതി. DGP കത്ത് നൽകി പ്രതിപക്ഷ നേതാവും. ന്യൂസ് 18 ഇംപാക്ട്. നേപ്പാളിൽ വൻ ഭൂചലനം, 53 മരണം. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. പ്രഭവകേന്ദ്രം നേപ്പാൾ ടിബറ്റ് അതിർത്തി. ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് പിന്നാലെ കാനഡയ്ക്ക് വാഗ്ദാനവുമായി ട്രംപ്. കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാക്കാമെന്ന് നിയുക്ത പ്രസിഡന്റ്. റഷ്യൻ ചൈനീസ് കപ്പലുകളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കാമെന്നും ട്രംപ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5 ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 8 വോട്ടെണ്ണൽ. So this is the schedule. We will start, it's a single phase election. Date of notification will be 10th of January, Friday. Last date of making nomination will be 17th of January. Scrutiny on 18th of January. Withdrawal 20th. These are the statutory periods of time which is given. Date of poll is 5th and counting is 8th, and 5th again we have very deliberately kept Wednesday, क्योंकि हम सोचते हैं सब दिल्ली वाले वोट करें. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 8 വോട്ടെണ്ണൽ നടക്കും. മറ്റ് തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? രഞ്ജിത്ത്, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും
രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി തുടർച്ചയായി 3 തവണ ജയിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് ഡൽഹി. അങ്ങനെ പല രീതിയിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ, അഴിമതി കേസുകൾ, അറസ്റ്റ്, അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ രാജ്യ അതിഷി പുതിയ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന പുതിയ മുഖ്യമന്ത്രിയായി അതിഷി വരുന്നത് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ, അങ്ങനെ പലതരത്തിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി. ഡൽഹിയെ സംബന്ധിച്ച് BJPക്കും കോൺഗ്രസിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നാണം കെട്ട ഒരു തോൽവി സമ്മാനിച്ചുകൊണ്ടാണ് ഈ രണ്ട് പാർട്ടികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. 1993 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ BJPക്കായിരുന്നു അധികാരത്തിൽ ലഭിച്ചത്. അവിടെ സാഹിബ് സിംഗ് വർമ്മ ആദ്യം മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം BJPയിലുള്ള തർക്കത്തെ തുടർന്ന് മദൻലാൽ ഖുറാന മുഖ്യമന്ത്രിയാവുന്നു. വീണ്ടും BJPയിൽ വലിയ തർക്കങ്ങളൊക്കെ വന്ന് BJP ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അന്ന് ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ വനിതാ നേതാവ് സുഷമ സ്വരാജിനെ ഡൽഹി മുഖ്യമന്ത്രിയാക്കുന്നു. അതിനുശേഷം മാസങ്ങൾക്കുള്ളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും അവിടെ BJP എന്ന അടിപതറി വീഴുകയാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ തേരോട്ടം ഡൽഹിയിൽ 98 ആരംഭിക്കുന്നത്. ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകൾ 15 വർഷം തുടർച്ചയായി വിജയിച്ചത് കോൺഗ്രസും ഷീലാ ദീക്ഷിതുമാണ്. വലിയ വിജയത്തോടുകൂടി ഷീലാ ദീക്ഷിതിന്റെ ആധികാരികമായ ഒരു ഭരണം കൂടിയായിരുന്നു. ആ ഭരണത്തിന്റെ ഒടുവിലാണ് ഡൽഹിയിൽ ഒരു നിർഭയ ഒരു പെൺകുട്ടിക്ക് നേരെ ഓടുന്ന ബസ്സിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുകയും പിന്നീട് ആ പെൺകുട്ടി മരണപ്പെടുകയും അതിനെ തുടർന്ന് രാജ്യമാകെ കത്തി ജ്വലിച്ച വലിയ യുവജന സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വരികയും ഒക്കെ ചെയ്യുന്നത്. ഇതേ തുടർന്ന് പ്രതിസ്ഥാനത്തോ അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് കുറ്റാരോപിതയുടെയൊക്കെ സ്ഥാനത്ത് അവരെ ന്യായീകരിക്കുന്നൊക്കെ സ്ഥാനത്തൊക്കെ നിന്ന ഷീലാ ദീക്ഷിത് ജനപ്രിയത നഷ്ടപ്പെടുന്നു, കോൺഗ്രസിന് ജനപ്രിയത നഷ്ടപ്പെടുന്നു. അതേ തുടർന്ന് ആ സമയത്താണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ്. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുമായി മുന്നോട്ട് വരുന്നു. ആം ആദ്മി പാർട്ടി വൈദ്യുതിയുടെ വിഷയമെടുക്കുന്നു, വെള്ളത്തിൻ്റെ വിഷയമെടുക്കുന്നു, വിദ്യാഭ്യാസ വിഷയങ്ങൾ എടുക്കുന്നു. ഡൽഹി കുറേ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ വലിയ സമരങ്ങളുമായിട്ടൊക്കെ കെജ്രിവാൾ രംഗത്ത് വരുന്നു. ആ തവണ ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണയോട് ഭരിക്കുന്നു. ഇടയ്ക്ക് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ച ഭരണമില്ലാതാവുകയും പിന്നീട് കുറച്ചു കാലം അവിടെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. 2015 വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2015 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകരെയും BJPയെയും കോൺഗ്രസിനെയും ഒരേപോലെ അട്ടിമറിച്ചുകൊണ്ട് 70 സീറ്റുകളിൽ 67 സീറ്റും നേടിക്കൊണ്ടാണ് അന്ന് ആം ആദ്മി പാർട്ടി അവിടെ വിജയിച്ചത്. വമ്പൻ വിജയമായിരുന്നു. മറ്റൊരു സംസ്ഥാനത്ത് മറ്റു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് 70 സീറ്റുകളിൽ 67 സീറ്റ് എന്ന് പറയുന്ന വൻപൻ വിജയത്തിലൂടെയാണ് അന്ന് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. 5 വർഷത്തിന് ശേഷം 2020 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനുമെതിരെ വലിയ ആരോപണങ്ങളുമായി കോൺഗ്രസും BJPയും ഒക്കെ മത്സരിച്ചെങ്കിലും അവിടെ BJPക്ക് 3 സീറ്റുകളിൽ നിന്ന് 8 സീറ്റുകളിലേക്ക് വർദ്ധിപ്പിക്കാനല്ലാതെ 2 അക്കം കടക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ആം ആദ്മി പാർട്ടിയും കെജ്രിവാളിനെയും വീഴ്ത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം, അത് വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ടായിരുന്നു. കിരൺ, അത് കമ്മീഷൻ തള്ളുകയാണ്. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്, അത് ശരിയല്ല, പ്രക്രിയ സുതാര്യമാണെന്ന് പറഞ്ഞ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പായിരുന്നു. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ 5-4 ഭൂരിപക്ഷത്തോടു കൂടിയുള്ള മഹായുതിയുടെ വിജയം അത്ഭുതത്തോടു കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ കണ്ടത്. അത്തരമൊരു വിജയത്തെ തുടർന്നാണ് വീണ്ടും ഇന്ത്യയിൽ ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ്റെ വിശ്വാസ്യതയിൽ അതിൻ്റെ സുതാര്യതയിലൊക്കെ സംശയം ഉയർന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും അത്തരം വോട്ടിങ്ങിനകത്ത് ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം സജീവമായിട്ട് എടുക്കുകയും ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ആവശ്യവുമായി പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനെതിരെ വലിയ പരാതികളും കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള അവിശ്വാസത്തിൻ്റെയും വിഷയം ഉദിക്കുന്നില്ല, പൂർണ്ണമായും വിശ്വാസ്യതമായി ക്രമക്കേടുകളില്ലാതെ സുതാര്യമായിട്ടാണ് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം വഴി വോട്ടിംഗ് നടക്കുന്നത് എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹി തെരഞ്ഞെടുപ്പ് 5-ാം തീയതിയാണ്, ഫെബ്രുവരി. ചൂടിദാർ ധരിച്ചെത്തുന്ന സ്ത്രീകൾക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ. ചുരിദാറിന് മുകളിൽ മേൽമുണ്ട് ധരിച്ചവർക്ക് പ്രവേശനം അനുവദിക്കുന്നത് അന്ധവിശ്വാസമാണ്. സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടിനോട് ഹിന്ദു ഐക്യവേദിയും യോജിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നടക്കമുള്ള സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടുകൾ വലിയ ചർച്ചയാവുകയാണ്. ഷർട്ട് വിവാദത്തിന് പിന്നാലെ ശിവഗിരി മഠം അധ്യക്ഷന്റെ നിലപാടുകൾ വലിയ ചർച്ചകൾക്കിടവയ്ക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചെത്തുന്നവർക്കും പ്രവേശനം നൽകണം. ചുരിദാറിന് മുകളിൽ മേൽമുണ്ട് ധരിച്ചവർക്ക് പ്രവേശനം നൽകുന്ന രീതി അന്ധവിശ്വാസമാണ്. ക്ഷേത്ര ഭരണസമിതി നിലവിലെ രീതി പുനഃപരിശോധിക്കണം. അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തതുകൊണ്ടോ ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ടോ അതിൻ്റെ അടിയിൽ പാൻറ്റിട്ട്
മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട് കൊടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ശബരിമലയിലെ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നാണ് ശിവഗിരി മഠത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ നൽകിയ സ്വാമി സച്ചിദാനന്ദയുടെ വാക്കുകൾ ഇങ്ങനെ: ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അത് ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ്. ഒരു പ്രത്യേക കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുക, ആ സമയത്ത് പുരുഷന്മാരങ്ങോട്ട് പോകണ്ട. ഹിന്ദു ആചാരരീതികളെ മാത്രം ചോദ്യം ചെയ്യുന്ന പുതിയ ചർച്ചകളോട് ഹിന്ദു സംഘടനകൾക്ക് വലിയ വിയോജിപ്പുണ്ട്. വിവാദത്തിന് തുടക്കമിട്ടത് ശിവഗിരി മഠം അധ്യക്ഷനായതുകൊണ്ട് തന്നെ നിലപാടെടുക്കുന്നത് കൂടുതൽ ജാഗ്രതയോടെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരരീതികളിൽ പരിഷ്കരണം വേണമെന്ന് ഹിന്ദു ഐക്യവേദിയും പറയുന്നു. അവിടെ ഈ ഈശ്വരനെ പറ്റിക്കാനായിട്ട് ചുരിദാറിന്റെ മുകളിൽ അല്ലെങ്കിൽ പാന്റിന്റെ മുകളിൽ മുണ്ട് ധരിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പൊ അടിയിൽ പാന്റ് ഇടുക, അതിന്റെ മുകളിൽ മുണ്ട് ധരിക്കുക, അല്ലെങ്കിൽ ചുരിദാർ ഇടുക, അതിന്റെ മുകളിൽ മുണ്ട് ധരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈശ്വരനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ക്ഷേത്രം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പുറത്ത് അതിനുള്ള മുണ്ട് വരെ വാടകയ്ക്ക് കിട്ടും. വിശ്വാസികൾ തന്നെ സ്വയം ആത്മവഞ്ചന നടത്തുന്നു എന്ന് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഒഴിവാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. SNDPയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്താണ് തുടങ്ങിയതെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലേക്കും പരിഷ്കരണം വേണമെന്നാണ് ശിവഗിരി മഠം അധ്യക്ഷൻ പറയുന്നത്. എന്നാൽ ഹിന്ദു ആചാരരീതികളെ മാത്രം ചോദ്യം ചെയ്യപ്പെടുന്ന പുതിയ ചർച്ചകൾക്ക് പിന്നിൽ മറ്റ് താൽപ്പര്യങ്ങളുണ്ടെന്നാണ് NSSന്റെയും BJPയുടെയും നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണപുരം ചുണ്ടയിൽ CPM പ്രവർത്തകൻ റിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്ന് റിജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. 2005 ഒക്ടോബർ 3 നടന്ന കൊലപാതകത്തിൽ 19 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തവും 1 ലക്ഷം രൂപ വീതം പിഴയും. ആകെ 10 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ ഒരാൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 22 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 59 രേഖകളും 50 തൊണ്ടി മുതലും പരിശോധിച്ചു. വിധി വന്നപ്പോൾ നോക്കിക്കാണുന്നത് കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ളത് കാണുന്നുണ്ട്, പ്രയാസം ഉണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വശകായിട്ടൊന്നും കാണുന്നില്ല. വളരെ സന്തോഷം, വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. റിജിത്ത് അടക്കമുള്ള 5 അംഗ സംഘത്തെ നടന്നു പോകുന്നതിനിടെ RSS പ്രവർത്തകർ പതിയിരുന്ന് ആക്രമിച്ചുവെന്നായിരുന്നു കേസ്. ഗുരുതരമായി പരിക്കേറ്റ റിജിത്ത് കൊല്ലപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റു. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. വധശിക്ഷ തന്നെ ഒരിക്കലും അവർ പുറത്തു വരാൻ പാടില്ല. അവിടെ നിന്ന് അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തിയെടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എന്നാൽ CPM നൽകിയ ലിസ്റ്റ് പ്രകാരം അന്വേഷണ സംഘം പ്രതികളെ കുടിക്കിയതെന്നാണ് BJPയുടെ ആരോപണം. അന്ന് CPMന്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകർ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിനെ സമീപിക്കുന്നത്. CPM 5 വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളായ ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. പ്രതികളെല്ലാവരും കുറ്റക്കാരായി കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പെരിയ കേസിന് പിന്നാലെയാണ് മറ്റൊരു രാഷ്ട്രീയ കൊലപാതക കേസിലും വിധി വരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. PV അൻവർ ഇനി UDFനൊപ്പം. തനിക്ക് സീറ്റ് വേണ്ടെന്നും ഉപാധികളില്ലാതെ UDFനൊപ്പം ചേരാൻ തയ്യാറാണെന്നും അൻവർ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തിക്കണ്ടും അൻവർ ഈ ആവശ്യം ഉന്നയിച്ചു. UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നായിരുന്നു തങ്ങളുടെ പ്രതികരണം. അതിലൊന്നും ഒരു മാറ്റമില്ല. സ്വാഭാവികമായിട്ട് ഈ നാടിന് നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും അത് പിന്തുണക്കില്ല. അത് UDF നേതൃത്വം ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനെ കാണുന്നുണ്ട്, മറ്റു ഘടകകക്ഷികളെ കാണുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ട്, തിരുമേനിമാരെ കാണുന്നുണ്ട്, കർഷക സംഘടനാ നേതാക്കളെ കാണുന്നുണ്ട്. ഇതിലൊരു കോർഡിനേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കുക, പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക. ഈ ഒരൊറ്റ അപ്പോൾ അയാൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിൽ UDFന് എതിർപ്പൊന്നുമില്ല. കാരണം ഇപ്പോൾ വന നിയമത്തിലെ ഭേദഗതി കുറച്ച് സങ്കീർണമാണ്. അവിടെ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ ആ നിയമം നടപ്പി വരുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ നിലക്കാണ് അൻവർ സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അയാൾ ഉയർത്തുന്ന ആ പ്രശ്നങ്ങൾ, അപ്പോൾ പുതിയ വന നിയമ ഭേദഗതി അത് സർക്കാർ ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതുണ്ട്.
സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിന് വഴിയടയുന്നു. UGCയുടെ പുതുക്കിയ കരട് ചട്ടത്തിൽ VC നിയമനത്തിലുള്ള പരമാധികാരം ചാൻസലറായ ഗവർണർക്കാണ്. ഇതോടെ കേന്ദ്രത്തിന് താൽപ്പര്യമുള്ള ആൾ വൈസ് ചാൻസലർമാരായി വരുവാൻ വഴിയൊരുക്കുകയാണ്. കേരളത്തിന് ശക്തമായ എതിർപ്പ് ഈ ചട്ടത്തിനെതിരെ ഉയർന്നു തുടങ്ങി. UGC ചട്ടങ്ങളിലെ ഇത്തരമൊരു ഭേദഗതി മുന്നിൽ കണ്ടാണ് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റാൻ സർക്കാർ സർവകലാശാല ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. എന്നാൽ ബിൽ മാസങ്ങളോളം ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചുവെക്കുകയും രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ നിയമ പോരാട്ടമായിരുന്നു സർക്കാരിന് മുന്നിലുള്ള വഴി. ആ വഴിയും സർക്കാരിന് മുന്നിൽ പൂർണ്ണമായി അടയുകയാണ്. UGC നിബന്ധന പ്രകാരം VC-മാരെ തെരഞ്ഞെടുക്കാനുള്ള പാനലിൽ ചാൻസലറുടെ പ്രതിനിധി, UGC പ്രതിനിധി, സർവകലാശാല പ്രതിനിധി എന്നിവരാണ് ഉണ്ടാകേണ്ടത്. ഇതിൽ സർവകലാശാല പ്രതിനിധി ഒഴികെയുള്ളവർ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നവരാവും. ഇതോടെ VC നിയമനത്തിൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ആധിപത്യമാവും. സംഘപരിവാർ ആശയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും ഇത് വഴി തുറക്കും. UGC മാനദണ്ഡങ്ങൾ മറികടന്നുള്ള VC നിയമനങ്ങൾ അസാധുവാകുമെന്നും UGC കരട് ചട്ടത്തിൽ വ്യക്തമാക്കുന്നു. VC നിയമനവുമായി ബന്ധപ്പെട്ട് വിവിധ കോടതികളിലും ഇനി സർക്കാർ വാദം ദുർബലമാകും. സർവകലാശാല വിഷയങ്ങളിൽ പലതിലും ഗവർണറെ പിന്തുണച്ചിരുന്ന UDF-നും നിലപാട് മാറ്റേണ്ടി വരും. VC-മാർക്കെതിരെ അതിശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയ സമരങ്ങൾക്കും ഇനി കേരളം വേദിയാകും. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും സർവകലാശാലകളിൽ കായ്വത്കരണ നയങ്ങൾ നടപ്പാക്കുമെന്ന ആശങ്ക ഉയർത്തിക്കാട്ടിയാണ് ഗവർണർക്കെതിരെ VC നിയമന വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാർ പോരാട്ടം നടത്തിയത്. രാഷ്ട്രീയമായും നിയമപരമായും വലിയ പോരാട്ടമാണ് കഴിഞ്ഞ 3 വർഷമായി നടന്നത്. പക്ഷേ ഇനി അതുകൊണ്ട് കാര്യമില്ല. പൂർണ്ണമായും VC നിയമന അധികാരി ഗവർണറായി മാറുകയാണ് സംസ്ഥാനത്ത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. UGC ചട്ടഭേദഗതി VC നിയമനത്തിലെ സുതാര്യത ഇല്ലാതാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണർമാർ കൂടുതൽ അധികാരം കൊടുക്കുന്നത് നല്ലതല്ല. കേരളം ബദൽ മാർഗങ്ങൾ തേടണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സമസ്തയിലെ തർക്കം പഠിക്കാൻ സബ് കമ്മിറ്റി. സമസ്ത വൈസ് പ്രസിഡന്റ് MT അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷനായ സബ് കമ്മിറ്റിക്കാണ് രൂപം നൽകിയത്. മുഷാവറയ്ക്ക് മുന്നിലെത്തിയ പരാതികൾ സബ് കമ്മിറ്റി പരിശോധിക്കും. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, നിരവധി തർക്കങ്ങളുണ്ട്, പലവിധ കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്. ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള കമ്മിറ്റിയാണോ ഇത്? തീർച്ചയായും ഈ കഴിഞ്ഞ യോഗത്തിൽ ഇരുപക്ഷവുമായി ചേരിതിരിഞ്ഞ് ഒരു വാക്കേറ്റത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്ക് സമസ്തയുടെ മുഷാവറ യോഗം എത്തിയിരുന്നു. ഇത് അങ്ങേയറ്റം അസാധാരണമായ സാഹചര്യമായിരുന്നു. കാരണം പണ്ഡിത സഭയാണ്, ഈ മതപരമായ കാര്യങ്ങളാണ് പലപ്പോഴും ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ലീഗ് അനുകൂലികളും എതിരാളികളും എന്ന രീതിയിലേക്ക് ചർച്ചകൾ വഴിതിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ആ കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്നത്തെ പ്രത്യേക യോഗം, അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. പക്ഷേ ഇന്ന് യോഗം ചേർന്നപ്പോൾ തന്നെ ആദ്യം ഒരു സബ് കമ്മിറ്റി ഈ കാര്യങ്ങൾ വിശദമായി പഠിക്കട്ടെ, അതിനുശേഷം ഒരു ചർച്ച ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മുഷാവറയിൽ നടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇരുപക്ഷവും ഈ പലതരത്തിലുള്ള പരാതികൾ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഈ പരാതികൾ ഓരോന്നും വളരെ വിശദമായി തന്നെ തെളിവുകൾ സഹിതം ആ സബ് കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷം ഒരു റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മുഷാവറ അടുത്ത വീണ്ടും ഈ യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുക. ഒപ്പം സമസ്തയുടെ വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളെ കുറിച്ചുള്ള ആലോചനയാണ് നടന്നത്. എന്തായാലും നേരത്തെ വിചാരിച്ചതുപോലെ വളരെ കടുത്ത രീതിയിലുള്ള ഒരു ചർച്ച ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. സബ് കമ്മിറ്റിക്ക് ഈ തീരുമാനം വിടാനുള്ള കാര്യം ഏകകണ്ഠേനാണ് ഇന്നത്തെ യോഗം അംഗീകരിച്ചത്. ശരി. ഇടുക്കി പുല്ലുപാറ അപകടത്തിൽ KSRTC ബസ്സിന്റെ ബ്രേക്കിന് തകരാറില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ചെറിയ ഗിയറിൽ ഇറങ്ങിയതാണോ അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കും. വാഹനത്തിൽ സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നു. വണ്ടിയുടെ വീൽ അഴിച്ചു പരിശോധന നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. PA സാഗർ വിവരങ്ങൾ പങ്കുവെക്കും. സാഗർ, ഡ്രൈവർ അടക്കം പറഞ്ഞിരുന്നത് ബ്രേക്കിന് തകരാറുണ്ടായിരുന്നു എന്നാണ്. യാത്രക്കാരോടും അങ്ങനെയാണ് ബോധ്യപ്പെടുത്തത്. ഇപ്പോൾ എന്താണ് പുതിയ കണ്ടെത്തൽ? രഞ്ജിത്ത്, ഇന്നലെയാണ് കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചത്. ഈ അപകടത്തിന് പ്രധാന കാരണമായി വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ പറഞ്ഞത് വാഹനത്തിന്റെ ബ്രേക്ക് തകരാറിലായി, തുടർന്ന് ബ്രേക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ഡ്രൈവർ ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇന്നലെ തന്നെ ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തുവാൻ മന്ത്രി KB ഗണേഷ് കുമാർ ഉത്തരവിട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് പുല്ലുപാറയിൽ അധികൃതർ എത്തി പരിശോധന നടത്തി. ഈ പരിശോധനയിൽ KSRTC ബസ്സിന് തകരാറില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വാഹനത്തിൽ സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നു. ഇനി തുടർന്ന് മറ്റ് പരിശോധനകൾക്കായി വണ്ടിയുടെ ടയർ അഴിച്ച് പരിശോധന നടത്തും. ചെറിയ ഗിയറിൽ ഇറങ്ങിയതാണോ അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ബസ് ഡ്രൈവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതാണോ കാരണമെന്ന് അറിയുവാൻ
പരിശോധന നടത്തിയത്. ഇന്നലെ തന്നെ ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ നിരവധി കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നിരുന്നു. കാരണം പരിചയക്കുറവാണോ, അതോ ഈ വഴി അറിയില്ലാത്തതിന്റെ ഇത്തരമൊരു റോഡിലൂടെ ഓടിച്ചുള്ള പരിചയക്കുറവാണോ, മറ്റു ഏതെങ്കിലും കാരണങ്ങളാണോ അപകടത്തിന് കാരണമെന്നുള്ള വിവിധ കാരണങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് വാഹന വകുപ്പ് അധികൃതർ പരിശോധന നടത്തിയത്. രഞ്ജിത്ത്, ശരി. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് മാവേലിക്കര സ്വദേശികളായ 4 പേർ മരിച്ചതിന് തീരെ ദുഃഖത്തിലാണ് നാട്. അപകടത്തിൽ മരിച്ച സംഗീതിന്റെ സംസ്കാരം തട്ടാരമ്പലത്തിലെ വീട്ടുവളപ്പിൽ നടന്നു. ബിന്ദു ഉണ്ണിത്താൻ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. മറ്റ് 2 പേരായ അരുൺ ഹരിയുടെയും രമാ സോമന്റെയും സംസ്കാരം പിന്നീട് നടക്കും. ദിവ്യ ഉണ്ണിക്കെതിരെ അൻവർ സാദത്ത് MLA. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസിനെ ആശുപത്രിയിൽ സന്ദർശിക്കാൻ പോലും ദിവ്യ ഉണ്ണി തയ്യാറായില്ല. ദിവ്യ ഉണ്ണിക്ക് മനസാക്ഷിയില്ലേ എന്നും നടപടി പ്രതിഷേധാർഹമാണെന്നും അൻവർ സാദത്ത് വിമർശിച്ചു. അവിടെ ആരുടെ നേതൃത്വം ദിവ്യ ഉണ്ണി എന്ന ഒരു സഹോദരിയാണ് അവിടെ നൃത്തം വെച്ചത്. കലാകാരികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കലാകാരന്മാരും നാടിന്റെ പൊതുസ്വത്താണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ അവരൊക്കെ ബഹുമാനിക്കുന്നു, ആ കലയെ ബഹുമാനിക്കുന്ന ആളുകളാ. പക്ഷേ ആ ദിവ്യ ഉണ്ണി നമ്മൾ കണ്ടു, അവിടെ ഇതെല്ലാം പരിപാടി നിർത്തിയില്ല, അത് ആക്ഷേപം നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ദിവ്യ ഉണ്ണി എന്ന സഹോദരി അവരൊരു അമ്മയല്ലേ, അല്ലേ, ഒരു സഹോദരിയല്ലേ? ഈ ദിവ്യ ഉണ്ണി ഈ സംഭവം കഴിഞ്ഞ് അന്ന് വരണ്ട, പോട്ടെ, ഇത്ര അമേരിക്കക്ക് പോണ മുമ്പ് ഒരു വട്ടമെങ്കിലും ഈ ദിവ്യ ഉണ്ണി, ഞാൻ ചോദിക്കട്ടെ, ഈ ദിവ്യ ഉണ്ണി അവിടെ വന്ന് ആ മക്കളെ കണ്ട് ഒരു ആശ്വാസവാക്ക് പറയാൻ ഒരു കലാകാരി ദിവ്യ ഉണ്ണിക്ക് സാധിച്ചു എന്നത് വളരെ ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. പ്രിയപ്പെട്ടവരെ, അവർ അമേരിക്ക പോലീസ് എന്താ നോട്ടീസ് കൊടുക്കുന്നു, അവര് പോയിക്കോട്ടെ അമേരിക്ക. പക്ഷെ പോലീസ് ഒന്ന് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അവരെ മൊഴിയെടുക്കണ്ടേ അവരുടെ? അത് പോലീസ് നോക്കുകുത്തിയായിരുന്നു. നീ വേണ്ട, അവർക്കൊരു മനസാക്ഷിയില്ലേ? അപ്പൊ ഇത്രയൊക്കെ മനസാക്ഷി മരവിച്ച ഒരു സഹോദരിയാണോ ദിവ്യ ഉണ്ണി? നടി ഹണി റോസിനെതിരെ അശ്ലീല കമന്റ് ഇടുന്നവർക്ക് എതിരെ ഉടൻ കേസെടുക്കും. നടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. സ്വമേധയാ കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി ഹണി റോസ് മൊഴി നൽകി. ഇന്നലെ വൈകിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി ഹണി റോസ് നേരിട്ട് മൊഴി നൽകുകയായിരുന്നു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിനു പുറമെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് താഴെ പോസ്റ്റിട്ടവർക്കെതിരെയും മൊഴി നൽകി. സ്ക്രീൻഷോട്ടുകളും കൈമാറി. ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും പോലീസ് നിരീക്ഷണത്തിലാണ്. നടിയുടെ പരാതിയിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് നടപടികൾ ഊർജിതമാക്കുന്നത്. വ്യാജ ഐഡികളാണെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതിയെ പിടികൂടാനാണ് പോലീസ് തീരുമാനം. 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അശ്ലീല കമന്റിട്ടതിൽ എറണാകുളം കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്തിരുന്നു. നടിയുടെ പോസ്റ്റിന് താഴെ പുതുതായി അധിക്ഷേപ കമന്റിട്ടാൽ സ്വമേധയാ കേസെടുക്കുവാനും പോലീസ് തീരുമാനിച്ചു. നടിക്ക് താരസംഘടനയായ AMMA പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ബ്ലസി ചിത്രം ആടുജീവിതം 97ാമത് ഓസ്കർ അവാർഡിനുള്ള പ്രാഥമിക റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സംവിധായകൻ ബ്ലസി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ബ്ലസി ഇനി വോട്ടെടുപ്പ് ഉൾപ്പെടെ ഇനിയാണ് വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധാരണഗതിയിൽ ഫോറിൻ സിനിമ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നടക്കമുള്ള ചിത്രങ്ങൾ പരിഗണിക്കാറുള്ളതെന്നും മികച്ച ചിത്രമെന്ന ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക റൗണ്ടിലേക്കാണ് ആടുജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 8-ാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിക്കും. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നടൻ സൽമാൻ ഖാന്റെ വീടിന്റെ ബാൽക്കണിയിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഘടിപ്പിച്ചു. നടന്റെ മുംബൈ വീടായ ഗാലക്സി അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണി നീല ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ ചിത്രം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണെന്ന സ്ഥിരീകരണം പിന്നീടുണ്ടായി. പടിഞ്ഞാറൻ ചൈനയോട് ചേർന്ന് ഷിഗസ് നഗരത്തിൽ ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 53 പേർ മരിച്ചു. ഭൂചലനത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. നേപ്പാളിലും ഭൂട്ടാനിലും ബീഹാർ, അസം അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. ടിബറ്റിൽ പടിഞ്ഞാറൻ ചൈനയോട് ചേർന്ന പ്രദേശത്ത് 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിലാണ് വ്യാപക നാശനഷ്ടം.
ഷിഗത്സെ നഗരത്തിൽ നിന്ന് 23 കിലോമീറ്റർ അകലെയുള്ള ചെറുപട്ടണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 53 പേർ മരിച്ചെന്നും 62 പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 1500ഓളം പേരെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചു. രാവിലെ 6:35ഓടെയായിരുന്നു ആദ്യ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. നേപ്പാളിന്റെ വടക്ക് കിഴക്ക് ലോബൂച്ചയിൽ നിന്ന് 93 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പിന്നീട് 2 തവണ തുടർചലനങ്ങൾ ഉണ്ടായി. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ബഹുനില കെട്ടിടങ്ങളിൽ നിന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി പുറത്തേക്കോടി. ഉത്തരേന്ത്യയിലും ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. ബീഹാർ, ആസാം, ബംഗാൾ, ഡൽഹി, NRC എന്നിവിടങ്ങളിലാണ് ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചോറ്റാനിക്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. ഫോറൻസിക് പരിശോധനാ ഫലം കാക്കുകയാണ് അന്വേഷണ സംഘം. തലയോട്ടിയും അസ്ഥികളും പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്നാണ് വീട്ടുടമയായ ഡോക്ടറുടെ മൊഴി. 25 വർഷമായി പൂട്ടിക്കിടക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ കവറിനുള്ളിലാക്കിയ നിലയിലാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. വീട്ടുടമയും കൊച്ചിയിലെ പ്രമുഖ സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ ഫിലിപ്പ് ജോൺ പോലീസിന് നൽകിയ മൊഴി അസ്ഥിക്കൂടം വൈദ്യപഠനത്തിനായി ഉപയോഗിച്ചു എന്നാണ്. എന്നാൽ അസ്ഥിക്കൂടം ഫ്രിഡ്ജിൽ ഉപേക്ഷിച്ചതെന്തിന്, എവിടെ നിന്ന് ലഭിച്ചു, പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ, എത്ര വർഷം പഴക്കമുണ്ട്, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളുകൾ ഇവിടെ വന്ന് ഇങ്ങനെ വെള്ളമടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റുള്ള ഒരു ദുരൂഹത നമ്മുടെ നാട്ടുകാരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു വിഷയങ്ങൾ ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിട്ട് വന്ന്, വേറെ സാമൂഹ്യ വിരുദ്ധമല്ല, മദ്യപാനം, പുകവലിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന കാരണമാണ് നാട്ടുകാരും അതുപോലെ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത്, പരിശോധന നടത്തുന്നത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു ദുരൂഹത അറിയുന്നത്. നട്ടെല്ലടക്കമുള്ള അസ്ഥികൾ നൂലിൽ കോർത്തിട്ട നിലയിലായിരുന്നു. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ചോറ്റാനിക്കര പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കത്ത് വായിച്ചിട്ടില്ലെന്ന് KPC അധ്യക്ഷൻ K. സുധാകരൻ. കത്ത് ഇനി വായിക്കണം. കുടുംബം തന്നെ നേരത്തെ വന്ന് കണ്ടിരുന്നതായും വിഷയത്തിൽ പാർട്ടി സമിതിയുടെ അന്വേഷണം നടക്കുകയാണെന്നും K. സുധാകരൻ പറഞ്ഞു. കത്ത് കിട്ടി എന്നുള്ളത് ശരി, അതിനെ നിശ്ചയിച്ചിട്ടില്ലല്ലോ. കത്ത് കിട്ടി, നേരിട്ട് വന്നും പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട നേതാക്കന്മാരോട് പറയുകയും ചെയ്തിരുന്നു. ഞാൻ കത്ത് കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിയിട്ട് ആരെങ്കിലും 2-3 ആളെ വെച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ അവരോട് അന്ന് ആക്കാൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഊര് വിറ്റാൻ പോയപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? അതിൻ്റെ അകത്ത് ഒരുപാട് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മളെ പ്രശ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മളത് തീർത്ത് എടുക്കും. ഓക്കെ, പിന്നെ അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസാനത്തെ താല്പര്യവും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം. മയക്കുമരുന്നിന്റെ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയവും മതവും കലർത്തരുത്. പ്രതിഭ MLAയുടെ മകനും കൂട്ടുകാരും പുകവലിച്ചതിനെ ന്യായീകരിച്ച മന്ത്രിയുടെ നിലപാടിന് എതിരെയാണ് ദീപികയുടെ വിമർശനം. പ്രധാനമായും 3 വിഷയങ്ങളിലാണ് ദീപികയുടെ വിമർശനം. 1, പുകവലി പോലെ ആവൽക്കരമായ ഒരു സംസ്കാരത്തെ സാംസ്കാരിക മന്ത്രി നിസ്സാരവൽക്കരിക്കുന്നു. 2, പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് നാടിനുള്ള ശിക്ഷയാണ്. 3, കഞ്ചാവ് കൈവശം വച്ചതിന് കേസെടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് സംശയത്തിനിട നൽകുന്നു. മന്ത്രിയുടെ വാക്കുകൾ വമിപ്പിക്കുന്നത് വിഷപ്പുകയാണ്. മന്ത്രിയുടെ പ്രസ്താവന ഉത്തരവാദിത്വമില്ലായ്മയും കുറ്റകൃത്യത്തെ ന്യായീകരിക്കലുമാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട നേതാക്കളെ, മയക്കുമരുന്നിൻ്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ രാഷ്ട്രീയവും മതവും കലർത്തരുത്. ഏതു രാജാവിൻ്റെ മകനായാലും നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഇങ്ങനെയാണ് ദീപികയുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഉപയോഗിക്കാതിരുന്ന നമ്പർ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടന്ന സംഭവത്തിൽ ഫോണിന്റെ ഉടമ അറസ്റ്റിലായതിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. കൊല്ലം സ്വദേശി ജിതിനെയാണ് തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തത്. ജിതിൻ ജയിലിലാവുകയും ചെയ്തിരുന്നു. തനിക്ക് നേരിട്ട ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജിതിൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതേ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും DGP കത്ത് നൽകി. ന്യൂസ് 18 ഇമ്പാക്ട്. 2015 നമ്പർ 2019 ജിതിൻ ഒഴിവാക്കിയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഇതേ നമ്പർ ഉപയോഗിച്ച് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി. ഇതിലായിരുന്നു കൊല്ലം സ്വദേശി ജിതിൻ്റെ അറസ്റ്റ്. ഇതേക്കുറിച്ചാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന തുടങ്ങിയത്. തെലങ്കാന പോലീസിന്റെ നടപടികളും വിശദമായി പരിശോധിക്കുന്നു. എത്തിയത് പോലീസുകാർ മാത്രമായിരുന്നോ എന്നതാണ് പ്രധാന പരിശോധന. സംസ്ഥാന പോലീസിനെ അറിയിക്കാതെയുള്ള അറസ്റ്റിലും ദുരൂഹതകളുണ്ട്.
അറസ്റ്റ് നടന്ന സമയത്ത് കൊല്ലത്ത് ഹോട്ടലിൽ ദിവസങ്ങളോളം തെലങ്കാന സംഘം തങ്ങിയത് എന്തിനെന്നും അന്വേഷിക്കുന്നു. കേസ് ഒത്തുതീർപ്പാക്കാനെന്ന പേരിൽ ഇതേ സംഘം നടത്തിയ നീക്കങ്ങളും സംശയം ജനിപ്പിക്കുന്നതാണ്. ജിതിന്റെ പേരിലുള്ള കേസുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. തനിക്ക് നേരിടേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനത്തെപ്പറ്റി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജിതിൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതേ കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവിനും DGPക്കും കത്ത് നൽകുകയും ചെയ്തു. ജിതിന്റെ പരാതിയിൽ സംസ്ഥാന സൈബർ പോലീസും അന്വേഷണം നടത്തിയേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് 80-കാരിയെ മദ്യലഹരിയിൽ ആക്രമിച്ച പോലീസുകാരനും സുഹൃത്തും അറസ്റ്റിൽ. കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം. ഭിക്ഷ തേടിയെത്തിയ വയോധികയാണ് ഇരുവരും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ആക്രമിച്ചത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ലാലു, സുഹൃത്ത് പൂവച്ചൽ സ്വദേശി സജിൻ എന്നിവർ ചേർന്നാണ് 80 വയസ്സുകാരിയെ ആക്രമിച്ചത്. പാലേലി സ്വദേശി അമലാവതിക്കാണ് ആക്രമണം നേരിടേണ്ടി വന്നത്. വീടുകളിൽ ഭിക്ഷയാചിച്ച് വൃദ്ധ എത്താറുണ്ട്. സജിൻ്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു പ്രതികൾ. വൃദ്ധയുടെ കയ്യിലുണ്ടായിരുന്ന പണമടങ്ങിയ സഞ്ചി പ്രതികൾ പിടിച്ചുവാങ്ങി. തുടർന്ന് വീടിനുള്ളിലേക്ക് ബലമായി വലിച്ചു കയറ്റി മുറിയിൽ പൂട്ടിയിട്ട് ശാരീരികമായി ഉപദ്രവിച്ചു. പിടിച്ച് തള്ളിയിട്ടോ അവന്മാര്. പള്ളി കിടക്കണില്ലേ, അവൻ തന്നെ പിടിക്കാൻ വെച്ചത്. എത്ര രൂപ കാട്ടാക്കട പാല് 10,400 രൂപ ഉണ്ടായിരുന്നു. വൃദ്ധയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ കാട്ടാക്കട പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസറായ ലാലു നിലവിൽ സസ്പെൻഷനിലാണ്. തുടർച്ചയായി ഡ്യൂട്ടിക്ക് ഹാജരാകാത്തതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിനിടയിലാണ് വൃദ്ധയെ ആക്രമിച്ച സംഭവം. സംഭവത്തിന്റെ ആഘാതത്തിൽ രക്തസമ്മർദ്ദം കുറഞ്ഞ വൃദ്ധയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ തിരക്ക്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. ഇന്നലെ 1,02,916 ഭക്തർ ദർശനം നടത്തി. ഇന്നും നല്ല തിരക്ക് തുടരുകയാണ്. ഉച്ചവരെ 50,000-ഓളം ഭക്തർ മലകയറി. പമ്പ മുതൽ നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കയറ്റിവിടുന്നത്. പല സമയത്തും മരക്കൂട്ടവും കഴിഞ്ഞ് ശബരിപീഠം വരെ നീണ്ട ക്യൂ ഉണ്ട്. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളും ശബരിമലയിൽ തുടങ്ങി. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 7,180, പവന് 57,440. സ്വർണം 18 ക്യാരറ്റ് 5,960, പവന് 47,680. വെള്ളി 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇനി ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ കാണാം. നമസ്കാരം. പാണക്കാട്ടേക്ക്